പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ഡിസംബർ മാസം 15-ാം തീയതി ഹല്ലേലൂയ ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ല. ഒന്നോർത്ത് നോക്കി, എത്ര അത്ഭുതകരമായിട്ടാണ് കർത്താവ് നമ്മളെ സൂക്ഷിച്ച്, എത്ര അതിശയകരമായിട്ടാണ് കർത്താവ് നമ്മളെ നടത്തുന്നത്. ഓരോ ദിവസവും അത്ഭുതകരമായി നടത്തുന്ന കർത്താവിന് നന്ദിയോടെ സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം നമ്മളെ കൈപിടിച്ച് നടത്തിയ കർത്താവിന് കരമുയർത്തി കർത്താവിന് സ്തോത്രം പറ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ രാത്രികാലം നല്ല ഉറക്കം തന്ന് നമ്മളെ അനുഗ്രഹിച്ച കർത്താവിന് സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഈ രാവിലെ പ്രഭാതത്തിൽ നമ്മളെ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഉണർത്തിയ പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന കർത്താവിന്, ഓരോ നിമിഷവും നമ്മളെ അത്ഭുതമായി നടത്തുന്ന കർത്താവിന് സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അങ്ങ് നല്ലവൻ, അങ്ങ് വല്ലഭൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. അങ്ങ് ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്നവൻ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന ഞങ്ങളുടെ അപ്പയ്ക്ക് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന ഞങ്ങളുടെ പിതാവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടുവന്ന ഞങ്ങളുടെ പിതാവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയുന്നു, 29-ാം സങ്കീർത്തനം, ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ, യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പീൻ, യഹോവയ്ക്ക് കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വം കൊടുപ്പീൻ, വിശുദ്ധാലങ്കാരം ധരിച്ച് യഹോവയെ നമസ്കരിപ്പീൻ. 11-ാമത്തെ വാക്യം, യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും, യഹോവ തൻ്റെ ജനത്തിന് സമാധാനം നൽകി അനുഗ്രഹിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും സന്തോഷത്തോടെ പ്രാർത്ഥിച്ചാട്ടെ. ആമേൻ. നമ്മുടെ കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണല്ലോ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. അപ്പം ഞങ്ങൾ ഒരുമിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങനെ പൊന്മുഖത്തേക്ക് നോക്കുന്നു. അപ്പോൾ ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗികളായിട്ടിരിക്കുന്നവർ ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പരിപൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ, ആരോഗ്യം പ്രാപിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യം തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഇപ്പോൾ വ്യാപരിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കാലിൻ്റെ വണ്ണയ്ക്ക്, കാഫ് മസിൽസ് പെയിനായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, നടക്കുമ്പോൾ നിന്നു പോകുന്ന അനുഭവങ്ങൾ, ആമേൻ, ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് വലത്ത് കാലിൻ്റെ വണ്ണയ്ക്ക് വേദനയാൽ ഭാരപ്പെട്ടിരിക്കുന്നവർ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. ആ മസിലിനകത്തുണ്ടാകുന്ന ആ കുത്തിപ്പറിക്കുന്ന പോലുള്ള വേദനകൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. അങ്ങ് കൊടുത്ത അത്ഭുത സൗഖ്യത്തിന് നന്ദി പറയുന്നു, അത്ഭുത സൗഖ്യത്തിന് നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. എല്ലാ കിഡ്നി പ്രോബ്ലംസും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അതുപോലെ മൈഗ്രെയിനാൽ ഭാരപ്പെടുന്നവർ യേശുവിൻ്റെ നാമത്തിൽ അതിനകത്തുനിന്ന് പുറത്തു വരട്ടെ. ആ സ്പിരിറ്റ്, മൈഗ്രെയിൻ്റെ സ്പിരിറ്റ് യേശുവിൻ്റെ നാമത്തിൽ പുറത്തു പോകട്ടെ. നിൻ്റെ കുഞ്ഞുങ്ങൾ പൂർണ്ണ സ്വസ്ഥതയും സൗഖ്യവും അനുഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെട്ടിരിക്കുന്ന മാതാപിതാക്കൾക്കായിട്ട് പ്രാർത്ഥിക്കുക. കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് അത്ഭുതം നടക്കട്ടെ. അവൻ കുഞ്ഞുങ്ങളുടെ സ്വഭാവം ഈ ദൂഷ്യം കാരണം ഭാരപ്പെട്ടിരിക്കുന്ന മാതാപിതാക്കളെ അങ്ങനെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ ആ കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തിനകത്ത് മാറ്റമുണ്ടാകട്ടെ, അവരുടെ രീതികൾക്കകത്ത് മാറ്റമുണ്ടാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കുഞ്ഞുങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സകല പൈശാചിക പദ്ധതികളും യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ. കുഞ്ഞുങ്ങൾ ക്രിസ്തുവിനാൽ ഉപദേശിക്കപ്പെട്ട, പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട കുഞ്ഞുങ്ങളായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അതുപോലെ കർത്താവേ, ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവർക്ക് വേണ്ടുന്ന വഴി തുറന്നു കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. അതുപോലെ ഉദരഫലത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ദമ്പതികളെ ഞങ്ങൾ അങ്ങനെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവിക അത്ഭുതം വേഗത്തിൽ യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ദൈവിക അത്ഭുതം വേഗത്തിൽ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സംഭവിക്കട്ടെ. കർത്താവ് വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നതിന് നന്ദി പറയുന്നു.
ഇന്ന് ലോകത്തെമ്പാടും നടക്കുന്ന സഭായോഗങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തികൾ കർത്താവെ ഇന്ന് സഭായോഗങ്ങളിൽ നടക്കണം. വലിയ റിവൈവലായി ഇന്നത്തെ സഭായോഗങ്ങൾ മാറുന്നതിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വർഷത്തിൻ്റെ ഈ ലാസ്റ്റ് ഭാഗത്തിലേക്ക് എത്തുമ്പോൾ കർത്താവെ തൻ്റെ കുഞ്ഞുങ്ങൾ കഴിഞ്ഞ ഒരു വർഷക്കാലം പ്രാർത്ഥിച്ച പല പ്രാർത്ഥനകളുടെയും മറുപടിയുടെ ദിവസങ്ങളായി മാറട്ടെ. കഴിഞ്ഞ ഒരു വർഷക്കാലം കാത്തിരുന്ന ചില അത്ഭുതങ്ങൾ, വീര്യപ്രവൃത്തികൾ കാണുന്ന ചില ദിവസങ്ങളായി ഈ ദിവസങ്ങൾ മാറട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തൻ്റെ മക്കളുടെ ലൈഫിൽ വലിയ അത്ഭുതങ്ങളുടെ ദിവസങ്ങളായി അടുത്ത 15 ദിവസങ്ങൾ യേശുവിൻ നാമത്തിൽ വലിയ അത്ഭുതങ്ങളുടെ ദിവസങ്ങളായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്തതിന് നന്ദി. ലോകവ്യാപകമായ ഉണർവിന് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കുക. ആമേൻ. ഈ താങ്ക്സ് ഗിവിംഗ് മന്തിൽ കർത്താവ് ചെയ്ത നന്മകൾക്കായിട്ടൊക്കെ കർത്താവിന് നന്ദി പറയുക. ദൈവം വലിയ കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ നടുവിൽ ചെയ്യും. ആമേൻ. ഈ ലാസ്റ്റ് 2 വീക്സ് വലിയ അത്ഭുതങ്ങളുടെ ദിവസങ്ങളായി മാറും. അതുകൊണ്ട് പ്രാർത്ഥിക്കുക, വിശ്വസിക്കുക, വലിയ കാര്യങ്ങൾ കാണുവാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുക. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. നാളെ വൈകിട്ട് കർത്താവ് അനുവദിച്ചാൽ നമുക്ക് പ്രത്യേകമായ ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടാകും. എല്ലാവരും അതിൽ ജോയിൻ ചെയ്യണം. നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് നന്ദി പറയുക. ഈ മീറ്റിങ്ങിനായിട്ട് കർത്താവിന് സ്തോത്രം പറയുക. അതുകൂടാതെ തക്ക സമയത്ത് നിങ്ങൾ ജോയിൻ ചെയ്യുക. സദൃശ്യവാക്യം 21 അധ്യായം അതിൻ്റെ 23 വാക്യം നമുക്ക് വായിക്കാം. പ്രോവർബ്സ് 21:23. അവിടെ ഇങ്ങനെ പറയുന്നത്, വായും നാവും സൂക്ഷിക്കുന്നവൻ തൻ്റെ പ്രാണനെ കഷ്ടങ്ങളിൽ നിന്ന്, തകർച്ചകളിൽ നിന്ന്, പ്രശ്നങ്ങളിൽ നിന്ന് ഒക്കെ സൂക്ഷിക്കുന്നു. അപ്പം ഈ നമ്മൾ കുറേ ദിവസങ്ങൾ പഠിച്ചു. ദൈവവചനത്തിലൂടെ നമ്മൾ ധ്യാനിച്ചത് നാവിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഈ നാവെന്ന് പറയുന്ന വിഷയം ഇടയ്ക്കിടയ്ക്കൊന്ന് ഓർക്കുന്നത് നമ്മൾ നല്ലതാണ്. എൻ്റെ അഭിപ്രായത്തിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നാവിനെക്കുറിച്ചും വാക്കുകളെക്കുറിച്ചുമുള്ള ഒരു സന്ദേശം നമ്മളെല്ലാവരും കേൾക്കണം. കാരണം നമ്മൾ വേഗത്തിൽ മറന്നു പോകുന്ന ഒരു ക്യാരക്ടർ ആയതുകൊണ്ട്, അല്ലെങ്കിൽ സ്വഭാവം നമുക്ക് അങ്ങനെ പെട്ടെന്ന് നമ്മൾ അടുത്തതിലേക്ക് പോകുന്നത് കൊണ്ട്, നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ, നമ്മുടെ ശബ്ദം, നമ്മുടെ വാക്കുകൾ വളരെ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നതും നമ്മുടെ ഭാവിയെ തീരുമാനിക്കുന്നതുമായ കാര്യങ്ങളായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കേൾക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇവിടെ പരിശുദ്ധാത്മാവ് പറയുക, വായും നാവും സൂക്ഷിക്കുന്നവൻ തൻ്റെ പ്രാണനെ എവിടുന്ന് വിടുവിക്കുന്നു? കഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളാണ് അപ്പം പലപ്പോഴും നമുക്ക് എന്തുണ്ടാക്കുന്നത്? കഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത്, നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത്. ആമേൻ. അതുപോലെ തന്നെ തകർച്ചകൾ കൊണ്ടുവരുന്നത് ഒക്കെ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും വളരെ ശ്രദ്ധിക്കുകയും വാക്കുകളെ ശ്രദ്ധിക്കുകയും നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധയോടെ പറയണം. ഒരു ബുദ്ധിയില്ലാത്തവരെ പോലെ നമ്മൾ സംസാരിക്കുന്നത്. നമ്മളെപ്പോഴും ഓർത്തോണം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി, നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അത്ഭുതങ്ങളെ സൃഷ്ടിക്കാം, ജീവൻ കൊണ്ടുവരാം, മരണം കൊണ്ടുവരാം, നന്മ കൊണ്ടുവരാം, തകർച്ചകളെ കൊണ്ടുവരാം. ഇതൊക്കെ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ മുഖാന്തരമാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ വാക്കുകളെ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടെ പറയണം. അത് നമ്മൾക്ക് ഒരു ബോധ്യം ഉണ്ടാകണം. ഈ വാക്കുകൾ എനിക്കൊന്നിൽ നന്മ കൊണ്ടുവരും. ചുമ്മാതെ പറഞ്ഞതായിരിക്കാം, കൂട്ടുകാരോട് പറയുന്നതായിരിക്കും, കുഞ്ഞുങ്ങളോട് പറയുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഭവനത്തിൽ നിന്ന് ചുമ്മാ തമാശ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ വാക്കുകളായിരിക്കാം. ഈ വാക്കുകൾ എനിക്ക് നന്മ കൊണ്ടുവരാം, തിന്മ കൊണ്ടുവരാം. എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കൊണ്ടുവരാം, എന്നെ അടുത്ത ലെവലിലേക്ക് ഉയർത്താം. എൻ്റെ ജീവിതത്തിൽ തകർച്ചകൾ കൊണ്ടുവരാം, എൻ്റെ ജീവിതത്തെ പണിയാം. അപ്പം നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് ഓരോ വാക്ക് പറയുമ്പോഴും അത് ആരോടാണെങ്കിലും ബി കെയർഫുൾ. ഭാര്യയോട് പറയുന്നതാണെങ്കിലും, ഭർത്താവിനോട് പറയുന്നതാണെങ്കിലും, കുഞ്ഞുങ്ങളോട് പറയുന്നതാണെങ്കിലും, ആരോട് പറയുന്നതാണെങ്കിലും വളരെ ശ്രദ്ധയോടെ സംസാരിക്കുക. കാരണം ഈ വാക്കുകൾക്ക് ശക്തിയുണ്ട്. ഈ വാക്കുകൾ വിത്തുകളാണ്. ഈ പറയുന്ന വാക്കുകളുടെ ഫലം നമ്മൾ കൊയ്തെടുക്കാൻ ഉള്ളവരാണ്. അത് മറന്നു പോകരുത്. ഒരു വാക്കിയോട് വായിച്ച് കേൾപ്പിക്കട്ടെ. സദൃശ്യവാക്യം 18:20. വായുടെ ഫലത്താൽ മനുഷ്യൻ്റെ ഉദരം നിറയും. അധരങ്ങളുടെ വിളവെന്ന് പറഞ്ഞാൽ ഹാർവസ്റ്റാണ്. അതെന്തുവാ? വിത്തിട്ടതിൻ്റെ അധരങ്ങളുടെ വിളവ് കൊണ്ട് അവന് തൃപ്തി വരും. അപ്പം നമ്മുടെ വാക്കുകൾക്ക് അസാധാരണ പവറുണ്ട്. ജീവൻ്റെയും മരണത്തിൻ്റെ അധികാരം നമ്മുടെ നാവിലാണ്. ആമേൻ. സംഖ്യാപുസ്തകത്തിൽ കർത്താവ് ഇങ്ങനൊരു കാര്യം പറഞ്ഞു. 14:28
സംഖ്യാപുസ്തകം 14:28 പറഞ്ഞു, അവരോട് പറയുവീൻ, ഞാൻ കേൾക്കെ, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ എന്നെയാണ് ഞാൻ നിങ്ങളോട് ചെയ്യുമെന്ന് യഹോവ. അപ്പം നമ്മൾ പറയുമ്പോൾ എപ്പോഴും ഓർത്തോളം, നമ്മൾ പറയുമ്പോൾ ദൈവ സാന്നിധ്യത്തിലാണ് പറയുന്നത്. നമ്മുടെ കൂടെ കർത്താവുണ്ട്, ദൂതന്മാർ നമ്മുടെ കൂടെയുണ്ട്. അപ്പം നമ്മൾ പറയുന്ന എല്ലാ വാക്കുകളും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഇടയ്ക്ക് കർത്താവിനെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഇറക്കി മാറ്റി നിർത്തുന്നില്ല. എപ്പോഴും കർത്താവ് നമ്മുടെ അകത്തിരിക്കുക. അപ്പോൾ നമ്മളെല്ലാം എപ്പോഴും പറയുമ്പോഴും ഓർത്തോണം, കർത്താവ് നമ്മുടെ ഉള്ളിലുണ്ട്. എന്നാണ് ഞാൻ നിങ്ങളോട് ചെയ്യും. കർത്താവ് നിങ്ങൾ എന്താ പറയുന്നത് അത് ഞാൻ ചെയ്യും. അപ്പോൾ നമ്മൾ പറയാം, കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. അപ്പം നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. ദൈവം നമുക്ക് ഈ 15 ദിവസം അത്ഭുതങ്ങൾ ചെയ്യും. ഇങ്ങനൊന്ന് പറഞ്ഞു നോക്കി, അടുത്ത 15 ദിവസങ്ങൾ ഡിസംബർ 31 മുമ്പ് വലിയ അത്ഭുതങ്ങൾ നടക്കാൻ പോവുക. അമേൻ. ഇതുവരെ നടക്കാത്ത ദൈവപ്രവൃത്തി നടക്കാൻ പോവുക. അമേൻ. നമ്മുടെ കുടുംബത്തിൽ അത് വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യാൻ പോവുക. നമ്മുടെ ശരീരത്തിൽ അമേൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്ഭുതകരമായ സൗഖ്യം നമ്മൾ കാണും. അമേൻ. എന്നൊക്കെ നമ്മൾ വിശ്വാസത്തോടൊന്ന് പറഞ്ഞു നോക്കി. കർത്താവ് പറയാം, നിങ്ങൾ എൻ്റെ സാന്നിധ്യം എൻ്റെ ഞാൻ കേൾക്ക് എന്നാക്കെ പറഞ്ഞു, അതൊക്കെ ഞാൻ നിശ്ചയമായിട്ട് ചെയ്യുമെന്ന് കർത്താവ് ആണയിട്ട് പറയുക. അതുകൊണ്ട് നല്ലത് ഈ അടുത്ത 15 ദിവസങ്ങൾ ട്രെയിൻ ചെയ്യുക. നാവിനെ സൂക്ഷിക്കുക. ദാവീദ് പറഞ്ഞതുപോലെ നാവിനെ കടിഞ്ഞാണിട്ട് പിടിക്കുക. അമേൻ. നാവിൻ്റെ മേൽ അമേൻ കർത്താവിനോട് പറയുക, കർത്താവേ എൻ്റെ നാവിനെ സൂക്ഷിപ്പാൻ എന്നെ ഒന്ന് ട്രെയിൻ ചെയ്യണമെന്ന് പറഞ്ഞ് ആ നാവിനെ സൂക്ഷിക്കുക. വലിയ കാര്യങ്ങൾ ഈ വർഷം തീരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും. എങ്ങനെ? നിങ്ങൾ നാവിനെ കൺട്രോൾ ചെയ്യാമെങ്കിൽ. കേട്ടോ? അമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അതിനുവേണ്ടി ഇന്ന് മുതൽ തീരുമാനമെടുക്കണം. അടുത്ത 15 ദിവസം എൻ്റെ നാവ് കൊണ്ട് പണിയുന്നതല്ലാതെ, അവൻ ജനിപ്പിക്കുന്നതല്ലാതെ ഒന്നും ഞാൻ പറയത്തില്ല. പ്രയോജനമില്ലാത്ത വാക്കുകൾ ഞാൻ പറയത്തില്ല. എൻ്റെ നാവ് കൊണ്ട് ഞാൻ അത്ഭുതങ്ങളെ സൃഷ്ടിക്കും എന്ന് തന്നെ നിങ്ങൾ തീരുമാനിക്കണം. കേട്ടോ? കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഇന്ന് ഈ ശബ്ദങ്ങൾക്ക് നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുകയും അടുത്ത 15 ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതത്തിൻ്റെ മഴ പെയ്യുകയും ചെയ്യട്ടെ. ആമേൻ. നിങ്ങളുടെ പ്രാർത്ഥനകളുടെ മറുപടികളുടെ ദിവസങ്ങളായി തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വലിയ അത്ഭുതങ്ങൾ നിങ്ങൾ കാണട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. ഇന്ന് ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കുന്നതിന് നിങ്ങൾക്ക് നന്ദി. നിങ്ങൾ ഷെയർ ചെയ്യുന്നതിന് നന്ദി. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലസ് യു.